നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലീസ് കെഡി മീ മദർ ന്യൂസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഫെബ്രുവരി എങ്ങനെയാണ്? ഓക്കെ, നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് കെഡി മീ മദർ ന്യൂസ്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഈ മാസം നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ മാസം നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഒരു നെഗറ്റീവ് സ്വഭാവം എന്താണ്? ഓക്കെ, ഫെബ്രുവരി എൻ്റെ വ്യൂസിന് എങ്ങനെയാണ്? നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു വലിയ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ ആ ബിസിനസ്സിന്റെ സക്സസ് നിങ്ങളിലേക്ക് എത്താറായിരിക്കുന്നു എന്നിവിടെ കാണുന്നു. വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ പ്ലാനുകളും നിങ്ങളുടെ ചലനങ്ങളും എല്ലാം കൃത്യതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് പ്രപഞ്ചം ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണ്? നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. ലവേഴ്സിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് സമാധാനത്തോടു കൂടി നിങ്ങൾ നിൽക്കുക. പ്രപഞ്ചത്തിന്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പമുണ്ട്. 6 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും നല്ലൊരു ഗ്രോത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങളുടെ കർമ്മഫലത്തിന്റെ ഒരു അടയാളമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നത്. ഓക്കെ, പ്ലീസ് കെഡി മീ മദർ ന്യൂസ്. നിങ്ങളിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ഒരു എനർജി എന്താണ്? നിങ്ങളിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ വളരെ ദേഷ്യത്തോടും അല്ലെങ്കിൽ ഭയത്തോടും കൂടി നിങ്ങൾ സമീപിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, അതിനെ വളരെ സമാധാനത്തിലും അതുപോലെ തന്നെ സ്നേഹപൂർവ്വവും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഒരു സിംഹത്തെയാണ് ഒരു സ്ത്രീ അതിൻ്റെ വായിലാണ് അത് പിടിച്ചിരിക്കുന്നത്. ഒരു സിംഹത്തിൻ്റെ വായിൽ പിടിക്കുക എന്ന് പറയുന്നത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലേ. പക്ഷേ ആ ഒരു സ്ത്രീക്ക് അത് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ തന്നെയാണെങ്കിലും, കടബാധ്യതയാണെങ്കിലും റിലേഷൻ ആണെങ്കിലും ജീവിത സാഹചര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും അതിനെ നമ്മൾ തന്മയത്തോടു കൂടി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഭയം കൂടാതെ അതിനെ നമുക്ക് നമ്മുടെ കൺട്രോളിലാക്കുവാൻ സാധിക്കും. പക്ഷേ നമ്മൾ അതിനെ ഓവർ തിങ്കിങ് ചെയ്ത് നമ്മൾ ഭയപ്പെട്ടും അതിനോട് നേരെ എതിർത്ത് നിന്നും ഒക്കെ നമ്മൾ നെഗറ്റീവ് വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ആക്രമിക്കുകയും നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. പക്ഷേ നമ്മൾ ക്ഷമയോടും ദൈവികമായിട്ടുള്ള ഭക്തിയോടും കൂടി അതിനെ നേരിട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ സുഗമമായി നമുക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമെന്നാണ് പ്രപഞ്ചം പറയുന്നത്. അപ്പം നമ്മൾ സ്ട്രെങ്തോടു കൂടി നിൽക്കുക, നമ്മൾ ഭയപ്പെടാതെ ഇരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഭയപ്പെടരുത്, എന്ത് വന്നിരുന്നാലും നേരിടാം എന്നുള്ള ആ ഒരു മാനസിക ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഫെബ്രുവരി മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ്